സംസ്ഥാനത്തെ വൃക്ക കരൾ മാറ്റിവെച്ചവർക്കുള്ള സൗജന്യ മരുന്ന് വിതരണം ഇനിയില്ല. സർക്കാർ ആശുപത്രികളിൽ വഴി ബ്രാൻഡഡ് മരുന്നുകൾ വിതരണം ചെയ്യേണ്ടതില്ലെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സർക്കുലറാണ് രോഗികൾക്ക് തിരിച്ചടിയായത്. തദ്ദേശ സ്ഥാപനങ്ങൾ മരുന്നിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഇനി മരുന്ന് വിതരണം നടത്താൻ കഴിയില്ല. വൃക്കയും കരളും മാറ്റിവെച്ചവർക്ക് ഓരോ മാസവും 15,000-ലധികം രൂപയുടെ മരുന്ന് കഴിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് സൗജന്യമായി മരുന്ന് നൽകിയിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് പ്രകാരം സ്വകാര്യ ആശുപത്രികളിൽ നിന്നും വൃക്ക കരൾ മാറ്റിവെച്ചവർക്ക് ഇനി മുതൽ ബ്രാൻഡഡ് മരുന്നുകൾ വിതരണം ചെയ്യേണ്ടതില്ല. ഇത് നൂറുകണക്കിന് രോഗികളെ ബാധിക്കും. രോഗിയുടെ അങ്ങേയറ്റം ക്രൂരതയാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. രോഗികളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മാസം 20,000, 22,000, 18,000 രൂപയുടെ മരുന്നാണ് ഓരോ ആളുകളും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രോഗികളെ പരിഗണിക്കാതെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ ഫണ്ട് അനുവദിച്ചിട്ടും സർക്കാരിന്റെ ഉത്തരവില്ലാത്തൊരൊറ്റ കാരണം രോഗികൾ അങ്ങേയറ്റം വിഷമിക്കുകയാണ്. സർക്കുലർ വന്നതോടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രി വരെയുള്ളവയിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ മരുന്ന് വിതരണം നിർത്തി. വൃക്ക, കരൾ എന്നിവ മാറ്റിവെച്ചവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്ന് മാത്രമേ കഴിക്കാൻ പറ്റൂ. ജനറിക് മരുന്നുകൾ ലഭിച്ചാലും എല്ലാ രോഗികൾക്കും ഇത് കഴിക്കാൻ പറ്റില്ല. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം. ഇടുക്കി മലയോര മേഖലകളിൽ കാട്ടാന ആക്രമണം രൂക്ഷമായതോടെ ഭീതിയിലാണ് തോട്ടം തൊഴിലാളികൾ. ശാന്തൻപാറ, ചിന്നക്കനാൽ മേഖലകളിൽ മാത്രം മരിച്ചവരുടെ എണ്ണം 44ആയി. സുരക്ഷയൊരുക്കുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പിലായില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ തോട്ടം മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ ഉള്ളിൽ തീയാണ്. ഏതു സമയവും കാട്ടാനയുടെ മുന്നിൽ അകപ്പെടാം. ജീവൻ പോലും നഷ്ടമായേക്കാം. സാഹചര്യം ഇങ്ങനെയാണെങ്കിലും കുടുംബം പോറ്റണമെങ്കിൽ ജോലിക്ക് പോകണം. ഓരോ ദിവസവും പേടിച്ചരണ്ട് കഴിയേണ്ട അവസ്ഥ. ഈ ஸ்டேட்ல இருக்கிற உள்ள தமிழ்காரா அப்போ வேலைக்கு போகும்போது நமக்கு வந்து பாதுகாப்பு கிடையாது. வாட்சர் மாதிரி யாரும் இல்லை. நமக்கு போறதுக்கு பயந்து அன்னாடு ஜோலிக்கு போகும்போது நமக்கு பயங்கர பேடியா. எப்ப என்ன நடக்கும், என்ன ஆகும் அப்படிங்கிற நமக்கு ஒரு உத்தரவாதம் நம்ம உயிருக்கு. കഴിഞ്ഞ ദിവസം പന്നിയാർ സ്വദേശി പരിമളം കൊല്ലപ്പെട്ടതോടെ 2003 ശേഷം ദേവികുളം റേഞ്ചിലെ ശാന്തൻപാറ, ചിന്നക്കനാൽ സെക്ഷനുകളിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44ആയി. പന്നിയാറിൽ ആഴ്ചകളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. இந்த காட்டு யானை தாக்கி நிறைய பேரோட இங்க உயிரிழப்பு நடந்துகிட்டு இருக்கு. இந்த கம்பெனி நிர்வாகம் இன்ன வரைக்கும் எந்த ஒரு முடிவெடுக்க எடுக்கல. இந்த நடவடிக்கை முன்னுக்கு வரணும் தான் கட்சிக்காரங்களா இருக்கட்டும், யாரா கூட இருக்கட்டும், யாருமே இங்க வரதுக்கான ஒரு வாய்ப்பு இல்லை, ஒரு ஆப்பர்ச்சுனிட்டிஸ் இல்லை. തോട്ടങ്ങളിൽ വാച്ചർമാരെ നിയമിച്ച് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും പാലിക്കപ്പെടുന്നില്ലെന്നാണ് പ്രധാന ആരോപണം. കൂടുതൽ സുരക്ഷാ മാർഗങ്ങൾ ഒരുക്കുമെന്ന വനം വകുപ്പിന്റെ വാഗ്ദാനങ്ങളും നടപ്പായില്ല. അധികൃതരുടെ അലംഭാവം തുടരുമ്പോഴും നഷ്ടമാകുന്നത് ഒരു നേരത്തെ അന്നത്തിനായി തോട്ടങ്ങളിൽ ജോലിക്കെത്തുന്ന തൊഴിലാളികളുടെ ജീവനാണ്. മീഡിയ 1, ഇടുക്കി.